കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും കഥ കേട്ടാലോ? കഥയുടെ പേര് ചവിട്ടിനുള്ള മറുപടി. തയ്യാറാക്കിയത് ഡോക്ടർ യഹിയ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും നടന്നു പോവുകയായിരുന്നു. അതിനിടെ എതിരെ വന്ന ഒരാൾ ഗുരുവിൻ്റെ കാലിൽ ഒറ്റ ചവിട്ട്. എന്നിട്ട് പുച്ഛഭാവത്തിൽ നടന്നു പോവുകയും ചെയ്തു. ശിഷ്യന് ഇത് കണ്ടപ്പോൾ വന്ന ദേഷ്യം. ശിഷ്യൻ അയാളെ തല്ലാനായി കുതിച്ചു. പക്ഷേ ഗുരു തടഞ്ഞു. ചവിട്ടിയ ആളെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു. അത് കണ്ട് ശിഷ്യൻ അത്ഭുതപ്പെട്ടു. ഗുരു, അങ്ങ് എന്തുകൊണ്ടാണ് അയാളോട് പ്രതികരിക്കാതിരുന്നത്? ശിഷ്യൻ ചോദിച്ചു. ഞാൻ പ്രതികരിച്ചല്ലോ. അയാളെ നോക്കി പുഞ്ചിരിച്ചില്ലേ? ചവിട്ടേറ്റപ്പോൾ അങ്ങയ്ക്ക് വേദനിച്ചില്ലേ? എന്നിട്ടും എങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കുന്നു? ശിഷ്യൻ ചോദിച്ചു. ശിഷ്യ, 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് നിന്നെ ചവിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നീ എന്തു ചെയ്യും? ഗുരു പുഞ്ചിരിയോടെ ചോദിച്ചു. ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് ലാളിക്കും, നോക്കി പുഞ്ചിരിക്കും. പക്ഷേ അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? ശിഷ്യന് മനസ്സിലായില്ല. കുഞ്ഞ് ചവിട്ടിയപ്പോൾ നീ തിരിച്ചു ചവിട്ടുകയോ ചീത്ത വിളിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഗുരു ചോദിച്ചു. അത് കുഞ്ഞല്ലേ ഗുരു, കുഞ്ഞുങ്ങൾ അറിവില്ലാതെ ചെയ്യുന്നതല്ലേ. 2 പ്രാവശ്യവും ചവിട്ടാണ് കിട്ടിയത്. എന്നാൽ 2 സമയത്തും ഒരുപോലെയല്ല നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത്. ഒരാളോട് ദേഷ്യം, മറ്റേയാളോട് വാത്സല്യം. എന്താണ് ഇതിനർത്ഥം? ചവിട്ടേറ്റത് കൊണ്ട് മാത്രം ദേഷ്യം വരില്ല എന്നല്ലേ? അതിൻ്റെ സാഹചര്യമാണ് ദേഷ്യമുണ്ടാക്കുന്നത്. കുഞ്ഞ് ചവിട്ടിയപ്പോൾ അതിന് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രായവും വിവേകവും കുറവാണ് എന്ന് നീ മനസ്സിലാക്കി. അതുകൊണ്ട് നീ തിരിച്ചു ചവിട്ടിയില്ല. നിനക്ക് ചവിട്ട് കിട്ടിയപ്പോഴും ഞാൻ അതുതന്നെയാണ് വിചാരിച്ചത്. അയാളുടെ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, വിവേകം ഒരു കുഞ്ഞിനോളമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അയാളോട് സഹതാപമാണ് തോന്നിയത്, ഗുരു പറഞ്ഞു. ഇതേ സമയം ഗുരുവിനെ ചവിട്ടിയ ആളുടെ മനസ്സിൽ പശ്ചാത്താപം അലയടിക്കുകയായിരുന്നു. ആദ്യമായാണ് ഇങ്ങനെ ഒരാൾ പ്രതികരിക്കുന്നത്. അയാൾ തിരികെ എത്തി ഗുരുവിൻ്റെ കാൽക്കൽ വീണു, മാപ്പ് ചോദിച്ചു. അയാളും ഗുരുവിൻ്റെ ശിഷ്യനാവുകയും ചെയ്തു. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.